Hello dear friends. ഇന്ന് നമ്മൾ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ചോക്കോ കസ്റ്റാർഡ് പുഡിംഗ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയും അതേസമയം വളരെ സിമ്പിളും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാ ചെയ്യാന്ന് അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ കാച്ചാത്ത പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ആഡ് ചെയ്യാണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. കട്ടയില്ലാതെ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് കട്ട കട്ടാതെ മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മളൊരു സോസ് പാനിലേക്ക് 1 കപ്പ് പാലാണ് ആദ്യം എടുക്കുന്നത്. മൊത്തം ഇതിന് നമുക്ക് 2 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ വാനില കസ്റ്റാർഡാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട 1 കപ്പ് പാല് നമ്മൾ ബോയിൽ ചെയ്യാൻ വെക്കുക. ലോ ഫ്ലെയിമിലിട്ട് ബോയിൽ ചെയ്യണം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. മധുരം ഇഷ്ടമാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ആവാം കേട്ടോ. വാനില കസ്റ്റാർഡിന് മധുരം കുറച്ച് മധുരം ഉള്ളത് തന്നെയാണ് നല്ല ടേസ്റ്റ്. ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് മിക്സറിൽ നിന്ന് പകുതി കസ്റ്റാർഡ് മിക്സർ ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കൈ എടുക്കാതെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. കുറച്ചു നേരം ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കുറച്ച് നേരം ആകുമ്പോഴേക്കും ഇത് മെല്ലെ തിക്കൻ ചെയ്യാൻ തുടങ്ങും. ഒന്ന് കട്ടിയായി വന്ന് തുടങ്ങിയാൽ ഒരു മിനിറ്റോളം നമ്മൾ ഒന്ന് ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കി നമുക്കത് എടുക്കാം. ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് ഇത് ആറാനായിട്ട് മാറ്റി വെക്കാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഒരു സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ഇനി അടുത്ത കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത് നോക്കാം. 1 കപ്പ് പാല് തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ പഞ്ചസാര കുറച്ച് കുറവ് ആഡ് ചെയ്യുന്നുള്ളൂ. മറ്റേലേക്ക് ഞാൻ ഏകദേശം 2.25 സ്പൂണൊക്കെ ആഡ് ചെയ്തു. പക്ഷെ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായി ഇളക്കി മിക്സ് ചെയ്യാണ്. കാരണം ഇതിൽ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ ആ മധുരം കണക്കാക്കിയിട്ട് വേണം ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇളക്കുക. ചൂടുള്ള പാലായതുകൊണ്ട് നമ്മളിപ്പോൾ കട്ടയായിട്ടിട്ടാലും പെട്ടെന്ന് അത് മിക്സായി കിട്ടും. ഇത് ഏകദേശം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ചോക്ലേറ്റ് മെൽറ്റായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കസ്റ്റാർഡ് ആഡ് ചെയ്യാം. കസ്റ്റാർഡ് മിക്സ്ചർ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ്ചറിന്റെ ബാക്കിയാണ്. ഇത് മൊത്തം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ഇത് തിക്കൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുറച്ച് തിക്കനായിട്ടുണ്ട്. ഇത് മാത്രം ഒറ്റയ്ക്ക് രണ്ടും കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ സെർവിങ് ഡിഷിലേക്ക് രണ്ടും മാറ്റി. ഇനി ഇത് നേരെ നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് നേരെ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. ഫ്രീസർ അല്ല, ഫ്രിഡ്ജ് തന്നെ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 4 മണിക്കൂറോളം അത് സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്നുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം എൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറോളം സെറ്റായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം.
ഇനി നമുക്കൊരു സെറ്റ് ചെയ്യാം ഇത്. അപ്പോൾ ആദ്യം ചോക്ലേറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. ചോക്ലേറ്റ് കസ്റ്റാർഡ് ആണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഭയങ്കര ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ചോക്ലേറ്റ് ഒക്കെ ഉരുക്കി കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിന്. വളരെ ടേസ്റ്റിയാണ്. ഇത് മാത്രം കുട്ടികൾക്ക് കൊടുത്താലും അവർ നന്നായിട്ട് കഴിക്കും. അപ്പോൾ നമ്മളുടെ ബോട്ടം ലെയർ ഞാൻ ചോക്ലേറ്റ് കസ്റ്റാർഡ് വെച്ച് ഫില്ല് ചെയ്തു. അതിൻ്റെ മുകളിലത്തെ ലെയറാണ് ഞാൻ വാനില കസ്റ്റാർഡ് ഉപയോഗിക്കുന്നത്. വാനില കസ്റ്റാർഡ് കുറച്ചും കൂടി തിക്കൻഡ് ആണ്. അതുകൊണ്ടാണ് ഇത് മുകളിലത്തെ ലെയറായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് അതിങ്ങനെ കട്ട് ചെയ്ത് തന്നെ കിട്ടുന്നുണ്ട്. വാനില കസ്റ്റാർഡും വളരെ ടേസ്റ്റിയാണ്. സാധാരണ നമ്മൾ ഫ്രൂട്ട് സാലഡ് ആയിട്ടൊക്കെ അല്ലേ കഴിക്കുക. ഇപ്രാവശ്യം നിങ്ങളിത് ഡിഫറെൻ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. ഇന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്.